ഹായ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള കോളിഫ്ലവർ പക്കോടി ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ എന്താ പറയുക, നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാം. ഗ്രീൻ ചട്നി അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ്, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നമുക്കിന്ന് കോളിഫ്ലവർ പക്കോടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കോളിഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് ഫ്ലോറൈറ്റ്സ് ആയിട്ടൊന്ന് അടർത്തിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഒരു കടായിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് വരണ ഒരു സമയത്ത് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഈ കോളിഫ്ലവർ നമുക്കൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് അടച്ചു വെക്കുക. ഒരു 2 മിനിറ്റ് ഇത് ഇതുപോലെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് ഒഴിച്ചെടുക്കാം. ഒരുപാട് സമയം ഇത് ഒരിക്കലും വേവിച്ചെടുക്കരുത്. കോളിഫ്ലവർ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാറും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇനി ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് അളവിൽ വറുത്തരിപ്പൊടി കേട്ടോ. പുട്ടിൻ്റെ പൊടിയല്ല, പക്ഷെ എന്താ പറയുക, ഇത് അപ്പം, ഇടിയപ്പം ആ ഒരു പൊടിയാണ്. ഏത് അരിപ്പൊടിയാണെങ്കിലും ഉപയോഗിക്കാം. പുട്ടിൻ്റെ പൊടി ഒഴിച്ചിട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1.5 ടീസ്പൂൺ അളവിൽ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ അളവിൽ, കായത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ, പിന്നെ മല്ലിയില മുറിച്ചത് ഇതൊരു 1/4 കപ്പോളം അളവിൽ, അല്ലെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ, കുറച്ച് മതി. നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അതുപോലെ ഒരു 4 തണ്ട് കറിവേപ്പില, അതൊന്ന് ചെറിയതായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഇതുപോലെ മുറിച്ച് ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവും. നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക. പിന്നെ പച്ചമുളക് മുറിച്ചത്, പച്ചമുളകും നല്ല ചെറുതായിട്ട് തന്നെ മുറിക്കുക. വലിയ കഷ്ണങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പക്കോട കഴിക്കുമ്പോൾ അത് ഇങ്ങനെ കടിക്കാൻ സാധ്യത കൂടുതലാണ്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്റർ തന്നെ ആക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത്, അല്ലെങ്കിൽ പേസ്റ്റ് ആണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കോളിഫ്ലവർ ഒന്ന് ഈ ഒരു മാവിൽ കോട്ടായിട്ട് ഇരിക്കണം കേട്ടോ. അത്രയും മതിയേ. ഉപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. നല്ല എരിവാണെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടാട്ടോ. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് എല്ലാം നമുക്ക് വറുത്തെടുക്കാം. ഒരു ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പക്കോടിയല്ലേ, നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ആ ഒരു നമ്മളിതിലേക്ക് ചേർത്ത സവാള, മല്ലിയില, കറിവേപ്പില, അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഫ്ലേവർ. ഫ്രൈ ആയിട്ട് വരട്ടെ നന്നായിട്ടൊന്ന്. അപ്പോൾ ഇത് നമ്മുടെ കോളിഫ്ലവർ കണ്ടോ, നന്നായിട്ട് അങ്ങോട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്.
നല്ല മണവും വരുന്നുണ്ട്. ഇത് മതി കേട്ടോ, നമുക്ക് കോരി മാറ്റാം. അപ്പോൾ അതേ നമ്മുടെ ഗോബി പക്കോട റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇത് ഇതുപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ഫ്ലേവറാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ഗ്രീൻ ചട്നി ഉണ്ടല്ലോ, ഗ്രീൻ ചട്നിയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എരിവൊക്കെയുള്ള ഒരു, അതായത് ഷെയ്സ്വാൻ സോസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കൂടെ കിടുവാണ് കേട്ടോ. ഞാൻ ഷെയ്സ്വാൻ സോസിൻ്റെ കൂടെയാണ് കഴിക്കണത്. കുറച്ച് എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടും ഈ ഒരു കോമ്പിനേഷൻ. അല്ലെങ്കിൽ ചില്ലി ഗാർലിക് സോസിൻ്റെയൊക്കെ കൂടെ കിടുവാണ് കേട്ടോ. ഫസ്റ്റ് ബാച്ച് ഉണ്ടാക്കിയത് ഞാൻ തന്നെ ഓൾമോസ്റ്റ് കഴിച്ചു തീർത്തു. അതൊന്ന് ഞാൻ വേഗം കാണിച്ചത്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനുണ്ടാവില്ല മിക്കവാറും. ഇനി ബാക്കിയുള്ളതൊക്കെ റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ, ഇനി ഉണ്ടാക്കാനുണ്ട്. ചൂടോട് കൂടിയാണ് കൂടുതൽ നന്നായിട്ട് വരാം. നല്ല ക്രിസ്പിയാക്കി തന്നെ എടുക്കാം കേട്ടോ. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.